ഞങ്ങൾ പള്ളിയിൽ പറ്റുള്ളൂ. ഓ എങ്കിൽ റമദാനിലെ അവസാനത്തെ പറ്റി പള്ളിയിൽ തന്നെ ഇരുന്നു. അത് പറ്റൂല. നബി പറഞ്ഞ അപ്പൊ എതിരൊഴി. നബി പറഞ്ഞ അപ്പൊ എതിരെ 27 രാവിലെ പാടത്തേക്ക് വിളിച്ചു. എന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോ പറയാണേ, അത് കുറെ ആളുകളുണ്ടല്ലോ പള്ളി വരാതെ റോഡിൽ കറങ്ങി നടക്കുന്നു 27 രാവിലെ, അവരെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയതാണ്. അപ്പൊ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇവരൊന്നും പള്ളി പോകൂലേ? ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ റോഡിടുന്നവരാണോ? വലിയ വലിയ ശൈഖന്മാരാ. അപ്പൊ 27 രാവിലെ ആൾക്കാർ റോഡെടുക്കണുണ്ട് ഞങ്ങൾ വിളിച്ചു കൂട്ടിയതാണ്. ന്യായം എഴുതി വിട്ടു ഉണ്ട് നമ്മുടെ. ആ രൂപത്തിൽ സഹോദരങ്ങളെ നിങ്ങൾ നോക്കൂ, ന്യായം പറഞ്ഞു. ന്യായം പറഞ്ഞിട്ട് സാധാരണക്കാര് കട്ടപ്പാടത്തേക്ക് ഹുബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞ്, പ്രവാചകന്റെ പേര് പറഞ്ഞ് കാശ് തട്ടാൻ ഈ പൗരോഹിത്യം വിളിച്ചു കൂട്ടി. എന്നിട്ട് അവിടെ സലാത്തും നിൽക്കും പുതിയ കോലത്തിലാ. നിങ്ങൾ നോക്കൂ, വെറുതെ പറയില്ല 27 രാവിലെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മൾ എന്ത് പറഞ്ഞാലും പറയും അത് മുജാഹിദ് മൗലവിമാരിങ്ങനെ പറയുന്നതല്ലാതെ യാഥാർത്ഥ്യത്തോട് യാതൊരുവിധ ബന്ധവുമില്ല. വെറുതെ അങ്ങ് പെടായി പറഞ്ഞത്. അതുകൊണ്ട് അത് 27 രാവിലെ ഉണ്ടോ അതിനെക്കുറിച്ച് അറിവ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തെളിവ് നിങ്ങളൊന്ന് കണ്ടോ? വിശുദ്ധ റംസാനിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമങ്ങളിലൊന്നാണ് സ്വാലത്ത് സമ്മേളനം. മദീനു സഖാഫത്ത് ഇസ്ലാമിക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. ആയിരം രാവുകളേക്കാൾ പുണ്യമുള്ള രാവാണ് റംസാനിലെ 27-ാം രാവ് എന്നാണ് വിശ്വാസം. പാപമോചനത്തിനും ലോകസമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് സ്വാലത്ത് സമ്മേളനത്തിൽ നടന്നത്. സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷൻ താജുൽ ഉലമ സയ്യിദ് അബ്ദുൾ റഹിമാൻ അൽ ബുഖാരി ഉള്ളാൾ ഉദ്ഘാടനം ചെയ്തു. മഅദീൻ ചെയർമാൻ സയ്യിദ് ഇക്രാഹിമുൽ ഖുലീലുൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തി. അമൃത ന്യൂസ് മലപ്പുറം. മൂപ്പര് വലിയ വായിക്കൊള്ളാത്ത പേര് ഇടുള്ളൂ, ചെറിയ പേരൊന്നും പറ്റില്ല. ഇമ്പായി മുസ്ലിയാർ എന്ന ഒറിജിനൽ പേര്, അത് പറഞ്ഞ വിലയില്ല. അപ്പോ എന്തടുത്ത് ഒരു വലിയ പേര് നീണ്ട വായിക്കൊള്ളാത്ത ഞാൻ വെറുതെ പറയല്ല, മൂപ്പര നാട്ടിൽ എന്ന് പറഞ്ഞ പേരാ അല്ലെ. അങ്ങനെ വേറൊരാളുണ്ട്, മൂപ്പരും വലിയ പേരാ. അവസാനം മൂപ്പര് ഇവിടുത്തെ സുന്നികൾ തന്നെ മറ്റൊരു വിഭാഗം നാട്ടിൽ പോയിട്ട് സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റ് എടുത്തു. മൂപ്പർ സ്കൂൾ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിയപ്പോ നല്ല കോയാതാ പേര്, നല്ലപ്പ നാട്ടുകാർ വിളിക്കണത്. വെറുതെ പറയല്ല, അവിടെ കേരള നാട്ടിൽ വളരെ വ്യക്തമായി അതിന്റെ ഫോട്ടോ കോപ്പി അടക്കം വന്നു. പക്ഷേ പോസ്റ്ററും ബാനറും കാണുമ്പോൾ വായിക്കൊള്ളാത്ത പേര് വലിയ പേരൊക്കെ ആയിരിക്കണം. അങ്ങനെ വലിയ പേരൊക്കെ ഇട്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പറയും ബുക്കാരി ബുക്കാരി പുലിലു ബുക്കാരി എന്നൊക്കെ പറയും. അപ്പൊ ആ രൂപത്തിൽ വലിയ പേരൊക്കെ നീട്ടിയിട്ട് അവസാനം 27 രാവിലെ നിങ്ങൾ ആലോചിക്കണം, ഹുബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞ്, നബി സ്നേഹം പറഞ്ഞ്, സലാത്തിന്റെ പേര് പറഞ്ഞ് പാവങ്ങളെ കട്ടപ്പാടത്ത് കൊണ്ടുവരുത്തി അല്ലേ. എന്നിട്ട് വിലവേശ. കാരണം എന്താ, ഇതൊരാൾ തുടങ്ങി, ഒരാളുടെ അടുത്ത് തുടങ്ങിയപ്പോ വേറെ മറ്റാൾക്കാരൊക്കെ കൊള്ളാൻ നല്ല കളക്ഷൻ ആണല്ലോ, ഈ നമ്മൾ നേരത്തെ അറിഞ്ഞില്ല. അങ്ങനെയാണല്ലോ, കബറ് വിൽക്കുക, ഔലിയാക്കന്മാരെ വിൽക്കുക, മൗലൂദ് എല്ലാം കൊടുത്ത് കാശ് മേടിക്കണം. എങ്ങനെ അടിച്ചു പൊളിച്ച് വിറ്റ് കാശ് മുടിച്ചു പോകണം. ഉണ്ടോ, മുടിയനായ പുത്രൻ തറവാട് മുടിക്കാനിറങ്ങിയവരെന്നൊക്കെ സാധനം പറയാറുണ്ട്. അത് കോലത്തില നീ മുഴുവൻ പൊളിക്കും, അത് മുഴുവൻ വിൽക്കും, വിറ്റ് കാശ് വാങ്ങും. ആ കോലത്ത് നോക്കുമ്പോഴാ അവർക്ക് തുടങ്ങി അത് കൊള്ളാം, ഉഷാറാണ്, നമുക്ക് ഇപ്പുറം വേറെ തുടങ്ങാം. അങ്ങനെ ഇപ്പുറത്ത് തുടങ്ങി. ഇത് രണ്ടും കൂടെ കണ്ടപ്പോ അങ്ങനെ രണ്ടുപേരും കൂടെ സൂചിക്കണ്ട, ഞങ്ങൾ ഇപ്പുറത്ത് വേറെ തുടങ്ങി. അങ്ങനെ മൂന്നാമത്തെ കുറ്റി അപ്പുറം തുടങ്ങി. അങ്ങനെ അടുപ്പുമുറ്റി പോലെ മൂന്നെണ്ണായി കഴിഞ്ഞപ്പോ എന്തെടുത്തെന്നറിയോ, ഇപ്രാവശ്യം സലാത്ത് വാർഷികം നടന്നപ്പോ പറഞ്ഞ് ഈ വലിയ ശൈഖുണ്ടല്ലോ ഉള്ളാട് ശൈഖ് ബാക്കികളൊക്കെ ഇല്ലാത്ത ആളെ മൂപ്പര് ഉള്ളാള്. ആ ഉള്ളാള് എന്തെടുത്തറിയോ, മൂപ്പര് പറയാ എന്താ പറയുന്നത് നോക്കൂ. ഈ മജ്‌ലിസിന്റെ ഹുർമത്ത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മേലുള്ള സലാത്തിന്റെ ഫളായിൽ പറയുന്നതിനാണോ അത് നമ്മൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്? ഇവിടെ അനുഭവമല്ലേ. ഇപ്പൊ എല്ലാവരും തുടങ്ങിയിട്ട് സലാത്ത് ബുദ്ധിമുട്ടിയിട്ട് സലാത്ത് വേണം തുടങ്ങി വെച്ചപ്പോ സർവ്വ ആളുകൾക്കും വേണം സലാത്ത്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ആഴ്ചക്കായിട്ട് സലാത്തോ സലാത്ത്. കേട്ടാ, നിങ്ങളെ റിയാന്റെ സലാത്ത് അല്ലാഹു സ്വീകരിക്കില്ല കേട്ടോ. പിന്നെ ആത്മാർത്ഥമായ അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് സലാത്ത് ചെയ്ത് അപ്പം അനുഭവിക്കും, സംശയമൊന്നുമില്ല. സഹോദരങ്ങളെ, പേറ്റന്റ് എടുത്ത് സലാത്തിന്റെ പേറ്റന്റ്, സലാത്തോട് സലാത്ത്, ആശക്കാശക്ക് സലാത്ത്,
ഖലീൽ തങ്ങൾ ബുദ്ധിമുട്ടി ഒരു സലാത്ത് തുടങ്ങിയപ്പോ ബാക്കിയുള്ളവർക്കൊക്കെ സലാത്തോളം ഖലീൽ തങ്ങൾ ബുദ്ധിമുട്ടി സലാത്ത് തുടങ്ങിയിരുന്നു. എന്തായി പറയുന്നത്? കടലുണ്ടിയിൽ മൂപ്പറ വീടിന്റെ വാതിക്ക് ഒരു ദിവസം പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞു ഖലീൽ തങ്ങൾ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ സലാത്തൊന്നുമല്ല, ഖലീൽ തങ്ങൾ ബുദ്ധിമുട്ടിലായിരുന്നപ്പോ ഉണ്ടാക്കിയ സലാത്താ. ഇപ്പൊ ബുദ്ധിമുട്ടൊക്കെ മാറി. ഉണ്ടോ? നിങ്ങൾ നോക്ക്, സലാത്ത് കച്ചവടം, ദിക്റ് കച്ചവടം. എന്റെ മൈക്കിലൂടെ അലോൺസ്മെന്റ് കേൾപ്പിക്കണം എന്നുണ്ടായിരുന്നു. എന്താണെന്നറിയോ? അത് അള്ളാഹിനെ സ്വപ്നം കാണാൻ. അള്ളാഹിനെ സ്വപ്നം കാണുന്ന സലാത്തിന്റെ ടിക്കറ്റ് 4444 രൂപ ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. വാദ അള്ളാഹിനെ സ്വപ്നം കാണുന്ന സലാത്തിന് 4444 ടിക്കറ്റ്. കൗണ്ടറേ സിനിമ കാണാൻ പോണവര് വൈകുന്നേരം പോവുക. ഏതാണ് അത്? ഒരു ടിക്കറ്റ്. എന്താണ്? അള്ളാഹിനെ സ്വപ്നം കാണാൻ സലാത്തിലാണ് 4444 രൂപ. മുഹമ്മദ് നബിയെ സ്വപ്നം കാണാനാണെങ്കിൽ 333 രൂപ ടിക്കറ്റിന്. മുഹമ്മദ് നബി സ്വപ്നം കാണാനുള്ള സലാത്തിന് 333 രൂപ. സാധുക്കള് പാവങ്ങള് പോകുന്നു. എന്നിട്ട് 4444 രൂപ കൊടുക്കുന്ന ടിക്കറ്റ് വാങ്ങുന്നത് സലാത്തിന്റെ മത്സരത്തിൽ പങ്കെടുക്കുക. എല്ലാം കച്ചവടം ചെയ്യുക. കച്ചവടം, കള്ളക്കച്ചവടം, കരിഞ്ചന്ത ഇല്ലേ? എന്നിട്ട് ഹുബ്ബുർ റസൂലിന്റെ പോസ്റ്റർ എന്റെ ഫൗണ്ട് മാറ്റിയിട്ട് ഇങ്ങനെ വലിയ കോലത്തിലൊക്കെ എഴുതി കൊടുക്കുക. ഇതല്ലേ ഈ നാട്ടിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? അള്ളാന്റെ മതം, ആ മതത്തെ ഇത്രമാത്രം വികൃതമാക്കുന്ന കൗമ്. എന്നിട്ടൊക്കെ എല്ലാ റസൂലുള്ളാഹിന്റെ പേരില് അല്ലേ? അതല്ലേ ഇവിടെ നടക്കുന്നത്? അതേ, ഞാനങ്ങ് മദീന മുനവ്വറയുടെ വാതിക്കൽ നിൽക്കുന്ന സമയത്ത് പ്രവാചകന്റെ കബർ പിളർന്ന കൈയൊന്ന് പുറത്തേക്ക് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോയപ്പോൾ എന്റെ തോളിൽ അതാ ഒരു കൈ വന്നിരിക്കുന്നു. ആ കൈ ഞാൻ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ശൈഖുനാ ശൈഖുസ്സമാൻ ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദായിരുന്നു. ഇതല്ലേ വാത്? ആരെന്താ? അതേ, റസൂലുള്ളാഹിന്റെ കൈ പറഞ്ഞ് ഓർത്താ ഒപ്പം വരും ഖമറുൽ ഉലമായുടെ കൈ. എന്താ പഠിപ്പിക്കുകയാണ് കൗമിനെ. 23 കൊല്ലം പ്രബോധന രംഗത്ത്, പ്രവർത്തന രംഗത്ത് സജീവമായപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആ 23 കൊല്ലക്കാലത്തെ ജീവിതം പോലെ ഉഷാറാക്കി നടത്തി. അല്ല ഉസ്താദെ, സാമ്രാജ്യത്വം ബഹിഷ്കരിക്കണം നാളെ നീളെ പ്രസംഗിക്കാൻ നടക്കുന്നത് ലെക്സസിലാണല്ലോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയില്ലേ? എങ്ങനെ മിഅ്റാജ് പോയത്? ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തിയില്ലേ? അവിടുന്ന് 7-ാം ആകാശത്ത് പോയി വന്നില്ലേ? ആ 7-ാം ആകാശത്തൊറ്റ രാത്രി കൊണ്ട് പോയി വന്ന റസൂലുള്ളാഹി ഉപയോഗിച്ച വാഹനം ബുറാക്കെന്ന വാഹനമല്ലേ? അപ്പോൾ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ ഉപയോഗിക്കുന്ന വാഹനം ഏറ്റവും വലിയ വാഹനമായിരിക്കണം, സ്പീഡ് കൂടിയ വാഹനമായിരിക്കണം. റസൂലുള്ളാഹി നടന്നത് ആ വാഹനത്തിലാണ്. എങ്ങനെയുണ്ട്? എല്ലാം റസൂലുള്ളാഹിന്റെ പേര് ചാർത്തുക, എല്ലാം ഹുബ്ബുർ റസൂൽ ചാർത്തുക, എന്നിട്ട് ഇങ്ങനെ ചാർത്തുക. എന്നിട്ടോ ഈ ജാതി തട്ടിപ്പ് മുഴുവൻ നടത്തുക. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? എന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഇത് ഞങ്ങൾ ഈ പൈസ കൊണ്ടുപോയിട്ട് സാധുക്കളെ സംരക്ഷിക്കുകയാണ്. പോക്കറ്റ് മേടിക്കണൊക്കെ വേറെ ഉണ്ട്, അത് ഞാൻ കാണിക്കണില്ല. പോക്കറ്റ് മേടിക്കണത് ബക്കറ്റ് വേറെ, പോക്കറ്റ് വേറെ, അങ്ങനെ ഓരോന്ന് വേറെ ഉണ്ട്, അതൊന്നും ഞാൻ കാണിക്കണില്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, ഇതൊക്കെ യതീംഖാനയുടെയും അനാഥശാലകളുടെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് ഈ പണി മുഴുവൻ നടത്തുന്നത്. സാധുക്കൾ പോണെന്താ അറിയോ? ഇത് കൊടുത്താലും അത് അനാഥശാലക്കല്ലേ, ഇത് കൊടുത്താലും അത് മറ്റേ ഇത് ആ ശാല നടത്തുവാനല്ലേ ഈ പരിപാടി, അറബി കോളേജ് നടത്താനല്ലേ, മറ്റേതല്ലേ മറിച്ചേലല്ലേ, അതിനാണ് പിരിവ്. ഈ സലാത്തുമൊക്കെ ആ പേരും പറഞ്ഞ അടുത്ത് ആ പള്ളിക്കാണ്, ഈ കമ്മിറ്റിക്കാണ്, അതുപോലെ തന്നെ ആ അറബി കോളേജിനാണ്. സത്യത്തിൽ ഇതൊക്കെ എങ്ങോട്ടാ പോണത്? എങ്ങോട്ടാണ് ഈ പൈസ മാറ്റുന്നത്? സലാത്തിന്റെ പേരിൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ഹുബ്ബുർ റസൂലിന്റെ പേരിലൊക്കെ സജീവമായി പിരിവെടുത്തിട്ട് എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ പറഞ്ഞാൽ അത് അപവാദമാവും അല്ലെ? മർക്കസു സക്കാഫത്ത് സുന്നയിന്ന് സക്കാഫി ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങി കുറെ ആൾക്കാർ. ഇപ്പൊ അവര് സക്കാഫി അസോസിയേഷൻ ഉണ്ടാക്കി. സക്കാഫി അസോസിയേഷൻ, സേവ് സക്കാഫ് മർക്കസ് എന്ന് പറഞ്ഞിട്ട് സേവ് മർക്കസും സക്കാഫി അസോസിയേഷൻ ഒക്കെ ഉണ്ടാക്കി. അവസാനം അവര് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഈ സമ്പത്ത് എങ്ങോട്ട് പോകുന്നു? ഈ സലാത്തിന്റെ പേര് പറഞ്ഞ്, ദിക്റാൽക്കയുടെ പേര് പറഞ്ഞ്, ഹുബ്ബുർ റസൂലിന്റെ പേര് പറഞ്ഞ് പാവങ്ങളെ കബളിപ്പിച്ച് തട്ടിയെടുക്കുന്ന സമ്പത്ത് എങ്ങോട്ടാ പോകുന്നത്? വിശദീകരിക്കട്ടെ സക്കാഫി അസോസിയേഷൻ. ആ തറവാട്ടിന്റെ സമ്പത്ത് നമുക്ക് നേരത്തെ അറിയാം. എവിടുന്നായി കാശ് മുഴുവൻ സമ്പാദിച്ചത്? യതീമക്കളുടെ പേരിലല്ലേ? ഈ പേരിൽ കൊണ്ടുവരുന്ന കാശ് വകമാറി ചെലവഴിക്കാറില്ല എന്ന് പറയാറുണ്ടെങ്കിൽ ഇന്ന് അവർ ചെലവഴിക്കുന്നത് മുഴുവൻ വകമാറിയിട്ട് തന്നെയാണ്. വരുന്നതിന്റെ കണക്കാരെയും ബോധ്യപ്പെടുത്താറില്ല. കാരന്തൂരിലെ മർക്കസിന്റെ കമ്മിറ്റിയെ തന്നെ പൂർണ്ണമായ കണക്ക് ബോധ്യപ്പെടുത്താറില്ല. ഇവിടുത്തെ സർക്കാരിന് കാണിച്ചു കൊടുക്കുന്ന ചെറിയൊരു കണക്കുണ്ടാവും, ആ കണക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എന്നാൽ അല്ലാത്ത കണക്ക് ഒരു പൂഴ്ത്തി വെക്കാറില്ല പതിവ്. എന്നാൽ വരുന്ന കണക്കുകളൊക്കെ എങ്ങോട്ടാ